ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തന്ത്യവിശ്രമം കൊള്ളുന്ന മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് തീർച്ചയായും അവരുടെ ശരീരങ്ങൾ മണ്ണ് തിന്നുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നാം പറയാൻ പോകുന്നത്. ഏകദേശം ഹിജ്റ 80 ഈ സംഭവം നടക്കുന്നത്. വലീദ് ബിൻ അബ്ദുൽ മാലിക് റളിയല്ലാഹു അൻഹു അന്നവിടുത്തെ ഖലീഫയായിരുന്നു. മദീനയിലെ ഗവർണറായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഹബീബായ തങ്ങളുടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് വിപുലീകരിക്കുവാൻ തീരുമാനിച്ചു. കാരണം അവിടെ ഈത്തപ്പന കൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ച ആ വീട് പൊളിക്കുവാൻ, കാരണം പള്ളിയുടെ വിശാലതയ്ക്ക് വേണ്ടി നീട്ടാൻ തീരുമാനിച്ചപ്പോൾ അതിനിടയിൽ ഒരു ഭിത്തി ഇടിയുകയും അതാ നാം പ്രതീക്ഷിച്ച ആ സംഭവം നടക്കുകയാണ്. അപ്പോൾ അതാ ആ മണ്ണെല്ലാം കൂടി ആ ഖബറിന് മുകളിലായി വീഴുകയും അങ്ങനെ മണ്ണ് മാറ്റുന്നതിൻ്റെ ഇടയിലായി ഒരു കാൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതാരുടെ കാലാണെന്ന് എല്ലാവരും പരിഭ്രാന്തപ്പെട്ടപ്പോൾ അവിടുന്ന് അതാ എല്ലാവരും ഓടി വന്നുകൊണ്ട് ഇത് ഹബീബായ തങ്ങളുടെ കാൽപാദമാണോ എന്ന് ആശയിച്ചു പോയി. അപ്പോഴതാ അവിടുന്ന് ഉർബത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു അവിടെ കുടുംബത്തിൽപ്പെട്ട സഹോദരിയുടെ മകനാണ്. തീർച്ചയായും അവിടെ വന്ന് കണ്ടിട്ട് പറയും, ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാണ്. കാരണം 80 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ കാലഘട്ടത്തിൽ താബഈങ്ങളിൽപ്പെട്ട ആ ഹബീബായ തങ്ങളല്ല, ഇത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചരിത്രരേഖയിൽ അവിടെ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, ഇമാം അബൂദാബൂദ് റളിയല്ലാഹു അൻഹു സുനന് എന്ന ഗ്രന്ഥത്തിൽ 1047 ആ അധ്യായം നമുക്ക് നോക്കാം. ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുവീൻ. അപ്പോൾ അവിടുത്തെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് മണ്ണിലടിയിൽ പോകുമ്പോൾ അങ്ങ് മണ്ണിനോട് അലിഞ്ഞു ചേരില്ലയോ എന്നപ്പോൾ ഹബീബായ തങ്ങൾ അവിടുന്ന് മറുപടി നൽകുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ ഖബറുകൾ അഥവാ അമ്പിയാക്കളുടെ ശരീരങ്ങൾ മണ്ണ് ഹറാമാക്കിയിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. നോക്കൂ, അവിടുത്തെ ശുഹദാക്കളുടെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളുടെയും